ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒന്നും എടുത്തിട്ടും എനിക്കിവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം കുറേ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓരോ ഓട്ടപ്പാച്ചിലുകളാണ് കേട്ടോ. രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എന്നെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പൊക്കുന്നതായിരിക്കും. അവർ വിളിക്കുന്നു, ഇവർ വിളിക്കുന്നു, അങ്ങനെയാണ് ഇപ്പം എൻ്റെ ദിവസം സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഒരു സമാധാനത്തോടെയല്ല ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ആരുടെങ്കിലും കോൾ വന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള ടൈം കറക്റ്റായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും എഴുന്നേക്കുക. പിന്നെ അങ്ങോട്ടൊരു ഓട്ടമാണ്. എഴുന്നേക്കുക, കുളിക്കുക, ഡ്രസ്സിടുക, ഓടുക. ഇതാണ് എൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള റുട്ടീൻ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. പിന്നെ പല കാര്യങ്ങളും പക്ഷേ ഇപ്പം ഞാൻ ഈ 2-3 ദിവസങ്ങളിൽ ഓടിയ കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാൻ മാത്രമല്ല, ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ മാറിപ്പോയി എസ്റ്റിമേറ്റ് എടുക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റാണ്ടിരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓട്ടമാണ്. പക്ഷെ അങ്ങനെ ഓടി എനിക്ക് സുഖമില്ല ഉണ്ടായി. എനിക്കിപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കെങ്കിലും ചൂടിന് ഒരു കുറവുമില്ല. അപ്പം ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാനും കൂടുതലും വെയിലിൽ തന്നെ നടക്കുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കും എനിക്കും കുറച്ച് ജലദോഷവും അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ പനി വന്നിട്ട് പോയി. അങ്ങനെയൊക്കെ. ഇന്ന് എനിക്ക് മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഞാൻ രാവിലെ എന്നിട്ട് കുളിച്ചു. ഇന്ന് വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോകാം, അച്ഛൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുക്കാം. പിന്നെ അതുവഴി നമുക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വാങ്ങിക്കണം. എന്നുവെച്ചാൽ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമല്ല. കാരണം പയ്യന്നൂർ ടൗണിലേക്ക് എടുക്കാൻ പറ്റാത്ത തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. അപ്പം പുറത്തുനിന്ന് തന്നെ, അതായത് ടൗണിൻ്റെ പുറത്ത് എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. പിന്നെ വിഷുക്കോടി എനിക്കും അമ്മയ്ക്കും പുതിയ സെറ്റ് സാരി ഉണ്ട്. അപ്പം ഞാൻ വേറെ വാങ്ങിക്കുന്നില്ല. കൺമണിക്ക് ഇന്നലെ സ്റ്റുഡിയോയിൽ പോയി വാങ്ങിച്ചു. അതൊക്കെയാണ് നമ്മുടെ വിഷുക്കോടിയും കാര്യങ്ങളൊക്കെ. അച്ഛനും പിന്നെ ഉണ്ട്. അമ്മ പറഞ്ഞു ടീഷർട്ടൊക്കെ ഉണ്ട് പുതിയത്, കുഴപ്പമില്ല പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വലിയ പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല. പയ്യന്നൂർ ടൗണിൽ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നു തോന്നുകയേ ചെയ്യില്ല. ആ ഒരവസ്ഥയാണ്. അത്രയും തിരക്കാണ് കേട്ടോ. എനിക്ക് ഇന്നലെയും മിനിയാന്നൊക്കെ പോയിട്ട് എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ചായിരുന്നു. അങ്ങനെ ചെറിയ ഷോപ്പിംഗ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പം കൊടക്കാട് അമ്മയുടെ വീട്ടിൽ പോകേണ്ടി വരും. കാരണം അമ്മ പറഞ്ഞു കണിക്കൊന്നും ഇവിടെ നമുക്കാരും കണിക്കൊന്ന കൊണ്ടുതരാനൊന്നും ആരുമില്ല. അപ്പം അവിടെ ഞാനും പോയി കണിക്കൊന്നയൊക്കെ പറിക്കാം. അങ്ങനത്തെ കുഞ്ഞു പ്ലാൻസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു വ്ളോഗായിട്ട് ചെയ്യാന്ന്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വ്ളോഗിലേക്ക് പോയാലോ. അച്ഛാ ഞാൻ വെച്ച ചെരുപ്പ് കളർ രസമുണ്ടല്ലേ? അല്ല കാറിൽ നമുക്ക് ഗേറ്റ് തുറക്കാമോ? കാറിന് ഗേറ്റ് തുറക്കാം. അച്ഛനെ പരിചയപ്പെട്ടപ്പോൾ ഒരാൾ പറഞ്ഞു അവർ വീട്ടിൽ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുക്കാണ്. അങ്ങനെ അറബികള് കൂടെയൊക്കെ ആയിരുന്നു ഗൾഫിൽ ഉണ്ടായത്. അപ്പൊ അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പം ഈ മാളുകളിൽ നിന്നൊക്കെ അവരിങ്ങനെ ഇതുപോലുള്ളൊരു സാധനങ്ങൾ വലിയ വില കൊടുത്തിട്ട് മേടിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനത്തെ ഈ വെറുകൊള്ളിയാണ് കേട്ടോ. അവരെന്നോട് പറയുകയും ചെയ്തു ഇത് ഇതിന്റെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, ക്വാളിറ്റിയുള്ള സാധനം ഇന്ത്യയിൽ നിന്നാണ് കിട്ടുക. അതിന് അറബിയിൽ പറയുന്നത് അൽ ഹിന്ദ് ഊദ് എന്നാണ്, അൽ ഹിന്ദ് ഊദ്. അങ്ങനെ ഞാൻ ഇതിന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് ഇത് എവിടെയാണ് ഇത് പിന്നെ ഉണ്ടാവുന്നത്, ഇതിന്റെ മരങ്ങൾ എവിടെയാണ്, ഇങ്ങനെ അന്വേഷിച്ചിട്ട് ചെന്നത് ഞാൻ ആസാമിലാണ് ഇതിന്റെ മദർ പ്ലാന്റും ക്വാളിറ്റിയുള്ള തൈകളൊക്കെ കിട്ടുന്നത് ആസാമിലാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ തൈ കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റേഷൻ ചെയ്തു. ഇതിന് സ്മെല്ലുണ്ടോ? ഇതിന് കത്തിച്ചാലാണ് സ്മെല്ല് വരിക. അങ്ങനെ ഇതിന്റെ കൃഷി നടത്തി. ഇന്നിപ്പോ ഇവിടെ തന്നെ ഏകദേശം എനിക്ക് 4000-ഓളം മരങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു 25,000 മരങ്ങൾക്ക് ഞാൻ ഈ തെബൂത് മരങ്ങൾക്ക് ഞാൻ കൺസൾട്ടന്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു പാകമാകുമ്പോഴല്ലേ കട്ട് ചെയ്യാൻ പറ്റില്ല? എത്ര വർഷം എടുക്കും? ഒരു 7 വർഷം പാകാവുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 ഇഞ്ച്
വണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനകത്തൊരു പിന്നെ കൃത്രിമമായിട്ടൊരു ഫംഗൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇനാക്കുലേഷൻ ട്രീറ്റ്മെന്റ്. അത് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ആ സംഗതികളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ 7 വർഷം പഴയതാ, 7 വർഷമായിട്ടുണ്ടാവില്ലേ? മരത്തിന്റെ പിന്നെ അനുബന്ധ ഉൽപ്പന്നങ്ങളാണ്. അതാണ് ഊത് എന്ന് പറയുന്നത്. ഊത് ചെൽസ്. ഇത് കത്തിക്കണം പോലെ. കത്തിക്കണം, കത്തിച്ചാലാണ് നമുക്ക് എടുത്ത് കത്തിക്കാം. ചെറിയ സാധനം ഞാൻ എത്തിച്ചേരാം. ഫാനോ നമുക്ക് ഇത് പിടിക്കെടുത്തിട്ട് ഞാൻ കൊടുക്കാം. അത് നല്ല പുക വരും. ഞാൻ അത് ചാർക്കോൽ ഇട്ടതാ? ഇത് പറ്റിയിട്ടില്ല അല്ലേ? ഉപ്പില്ല. അടിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരത്തിന് ഒറ്റ സ്മെല്ലല്ലേ ഉള്ളൂ, നമ്മൾ ബാക്കി കൊടുക്കുന്നത് ഫ്ലേവേഴ്സ് അല്ലേ? അല്ലേ, നമുക്ക് വേണ്ടത് ഡിഫറെന്റ് വേണമെങ്കിൽ വേറെ നമ്മൾ അതിലേക്ക് എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കണം അല്ലേ? പിന്നെ ഒട്ടനവധി അറബികൾ ഈ വീട്ടിൽ വന്നിട്ട് തന്നെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അതിലെ റീഫിൽ ബോട്ടിൽസ് അല്ലേ? ഇത് സോപ്പാണോ? സോപ്പ്. ദൂതിന്റെ മാല. തസ്ബി. ഈ മുസ്ലിം ജപിക്കുന്നല്ലേ? തസ്ബി. സ്മെല്ലുണ്ട്. ഈ സാധനമാണ് യഥാർത്ഥത്തിലുള്ള ഊത്. ഇതും അതിന്റെ തന്നെ അല്ലേ ഈ തന്നതും? ഒന്ന് ഇതെടുക്കാം. ലാവൻഡർ അല്ലേ? ഇനി ഒന്ന് അതച്ഛന്. അത് ചിപ്സ് കഴിച്ചോ? ചിപ്സ് കഴിച്ചോ? പിന്നെ വണ്ടിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. അതെ അതെ. ആടിക്കൊണ്ട് എന്നിട്ട് ഈ ക്യാപ്പിൽ കയറി പിടിക്കുമല്ലോ, ആ ക്യാപ്പിൽ നിന്നാണ് മണം വരിക. നിങ്ങൾ വണ്ടിയിൽ കെട്ടുമ്പോൾ ഇതിന്റെ നെക്ക് ഇതുണ്ടോ, ഇത് അയച്ചു മാറ്റണം. ഓക്കെ. വിപുലമായിട്ട് കൃഷി ചെയ്യുന്നതും ഇതിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ISO സർട്ടിഫിക്കേഷനും ക്വാളിറ്റി കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമൊക്കെ കിട്ടിയതാണ്. യുവ സംരംഭകനുള്ള അവാർഡ് കർഷകന് അല്ലേ? യുവ സംരംഭകനുള്ള അവാർഡും യുവ കർഷകനുള്ള അവാർഡും രണ്ടും കിട്ടിയതാണ്. ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഊത് ചായപ്പൊടി, ലീഫ് ടീ. അത് ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ. അത് ചായക്ക് ഒരു നിർവികാര ഫീലിംഗ് ആണ്. അതിന്റെ ഹെൽത്തിയാണ്, ഓർഗാനിക്. പുതിന ഇടും. ഷുഗർ പേഷ്യന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു അഗർത്തല, അഗർബത്തി, അഗർവുഡ്. ഇപ്പൊ ത്രിപുരയിലും ആസാമിലും മാത്രമേ ഉള്ളൂ അല്ലേ കൂടുതൽ? ഇതിന്റെ പ്രധാന കേന്ദ്രം. സ്വാതി. ഒരു റബ്ബറിന്റെ മരം പോലെ അല്ലേ കാണുമ്പോ? ഇതിന്റെ ഉള്ളിലുള്ള ഇത് കാതലാണ്, കത്തിച്ചാലും മണം ഉള്ളത്. ഇത് ഫുള്ള് കത്തിച്ച മണം ഉണ്ടാവില്ല, കാതൽ മാത്രം. കത്തിച്ചാലും മണം ഉണ്ടാവും. കാതലാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ്. വെയിറ്റില്ല, ഇത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടും. ഈ ഓയിലെല്ലാം കൂടെ ഇതിലൊക്കെ അടിഞ്ഞു കൂടുമ്പോ ഇതിനകത്ത് നമ്മൾ ഇത്തപ്പോലെ മണ്ണാവുമ്പോഴൊക്കെ ആവാം. ഇതിനകത്താണ് ആ ട്രീറ്റ്മെന്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഫംഗൽ ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണ് അത് ആക്കി എടുക്കുന്നത്. ഒരു മരത്തിന് രണ്ട് സൈഡിൽ കുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ സ്ഥലത്തുണ്ട്. ഉണ്ടല്ലേ?
ഈ മരത്തിന്റെ പേര് അഗർ വുഡ്. അഗർ വുഡ്. അതും അതന്നെ. പക്ഷെ ഇതിൽ നിന്നൊരു പുതിയ തൈ വരില്ല അല്ലേ? വരില്ല. ഇത് വെട്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് റീപ്ലാന്റ്. അപ്പൊ ഫുള്ള് നമ്മൾ താഴ്ന്നു തന്നെ വെട്ടും. താഴ്ന്ന് വെട്ടിയതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. അതെ അതെ. ഇതിന് വെള്ളമല്ല ഇങ്ങനെ വേനൽക്കാലത്ത് വെള്ളം അടിക്കണം. മഴക്കാലത്ത് ഈ തൈ നടുന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് 4.5 വർഷം. 4.5 വർഷം. 5 വർഷമായി. നമ്മള് നോക്കുന്ന പോലെ 7 വർഷം മാക്സിമം 7 വർഷം വേണ്ടി വരും. 7 വർഷം. 7 വർഷം കൊണ്ട് ഈ വണ്ണം വരും. ഇത് 23 ഇഞ്ച് വണ്ണം ഉണ്ട്. 20 ഇഞ്ച് വണ്ണം ഉണ്ട്. ഈ വണ്ണം ആയാലും നമുക്ക് ഇതിലോട്ട് ഫംഗൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. അത് ഇങ്ങനെ ചെയ്യുന്നല്ലേ? ഞാൻ തന്നെ സിറിഞ്ചിൽ കുത്തിയിട്ട് അത് അടച്ച് ഇതിലോട്ടും അതിലൊരു മരുന്ന് അപ്ലൈ ചെയ്ത് വെച്ചാണ്. കണ്ണു വരാൻ റെഡിയില്ല. നമ്മളിവിടെ ഒരു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഹോൾസെയിൽ ഷോപ്പിൽ വന്നിട്ടോ. അച്ഛൻ കുറച്ച് മുണ്ടും കാവി മുണ്ടൊക്കെ വാങ്ങിക്കാൻ പോവാണ്. ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ, കണി വയ്ക്കാനും പിന്നെ അതുപോലെ നാളത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നു. ഐസ്ക്രീം ഡബ്ബ മാത്രമേ കാണുന്നുള്ളൂ. ചിപ്സ് എടുക്കാം. ചിപ്സ് അത് പുറത്തുനിന്ന് എടുക്കാം. ഇത് വേണമോ? ഇത് എനിക്കിഷ്ടം. സേമിയച്ച് അത് മതി. ഇത് മിക്സാ. നമ്മൾ ഇത്രയും സാധനമെല്ലാം വാങ്ങിച്ചു വരുമ്പോഴേക്ക് അച്ഛനെയും കൺമണിനെയും കാണുന്നില്ല. അവർ വണ്ടിയിൽ താക്കോലെടുത്തിട്ട് അമ്മ അത് അങ്ങ് അവിടെ ഇരിക്കുന്നുണ്ട് ബേക്കറിൻ്റെ അടുത്ത്. അവരെന്തായാലും അങ്ങ് ആ മുലക്ക് ഇരിക്കുന്നുണ്ട്, കാണുന്നില്ല. അപ്പം നമ്മൾ അവിടുന്ന് 2 ഊതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ആ ഷോപ്പിൽ അവരെ ആ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് 2 ഊത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഊതും പിന്നെ ഒരു കാറിൽ വെക്കാനൊരു കാർ പെർഫ്യൂം വാങ്ങിച്ചു. ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് കൊടക്കാട് പോകണം, അമ്മയുടെ വീട്ടിൽ പോകണം. പക്ഷെ അത് ചിലപ്പം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോകുന്നത്. കാരണം എനിക്ക് ജലദോഷം ഉണ്ടായിട്ട് ഭയങ്കര ക്ഷീണം, തലവേദനയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ട് പോകാനും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ദാ കൈയും പിടിച്ച് വരുന്ന അച്ഛൻ്റെ. തൊട്ട പൈസയാണ്. പൈസ ചിലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട പൈസയാണ്. ഇപ്പോൾ ആ ഷോപ്പിൽ കുറച്ച് ബില്ലാക്കിയിട്ടാണ് അവൾ ഈ ബേക്കറിയിൽ വന്നത്. ഈ ബേക്കറിയിലും ബില്ലും. ഇത്രയും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഞാൻ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? നമ്മൾ ചോറുണ്ടാകാൻ പോവാണ്. ചോറെടുത്തു. സാമ്പാർ, മീൻ ഫ്രൈ, സമയം 4:45. ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു 2 മണിയാകുമ്പോൾ ഉറങ്ങി. 3:30 ആകുമ്പോൾ എഴുന്നേറ്റു. എനിക്ക് കോൾഡ് കുറവൊന്നുമില്ല, കൂടി. അമ്മ ഫുൾ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അമ്മ തൂത്തുവാരി, അപ്പം ഞാൻ തുടച്ചു കൊടുത്തു. അച്ഛനും കുറേയൊക്കെ ക്ലീനിങ് ചെയ്തു. എൻ്റെ അച്ഛനും കുറച്ച് ഇപ്പോൾ ഉറങ്ങാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോകണം, കണിക്കൊന്നയൊക്കെ പറിക്കണ്ടേ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് 2-3 സാധനങ്ങൾ അവിടെ നിന്ന് വേണം. അടയ്ക്ക, അങ്ങനെ കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും റെഡിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുള്ള ദിവസം
സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു. എനിക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് മൂക്കടപ്പുണ്ട്. കുനിയുമ്പോഴേക്ക് പ്രശ്നമാവുന്നു. പിന്നെ തലവേദന. ഇത്രയൊക്കെയാണ് എൻ്റെ പ്രശ്നം. എനിക്കൊരു വിക്സ് ഇൻഹെയിലർ വാങ്ങിക്കണം. കൺമണി റെഡിയായി. കൺമണി ഇങ്ങോട്ട് വാ. ഇവിടെ വാ. കൺമണിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പാൻസും അതിന് പറ്റുന്ന ടീഷർട്ട്സൊക്കെ. ഇതിൽ കുറേ പോക്കറ്റ് ഉണ്ട് ഈ പാൻസ്. എത്ര പോക്കറ്റ് ഉണ്ട് കൗണ്ട് ചെയ്തോ? കുറേ പോക്കറ്റ്സ് ഉണ്ടല്ലേ. പാൻറ് ഇട്ട് ഞങ്ങളാവോ? കൺമണിൻ്റെ അടുത്ത് ഡ്രസ്സ് അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ചോദിച്ചാൽ കൺമണിക്ക് വേണ്ട. പിന്നെ ഷോർട്സ് ആണെങ്കിൽ ഇപ്പോൾ പറയുന്നത് വേണ്ടാന്ന്. ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് പാൻസ് മാത്രമേ ഉള്ളൂ. ലോങ് ആയിട്ടുള്ള പാൻറ്. അതിൽ പോക്കറ്റ് വരുന്നത് നിർബന്ധമാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ ഭയങ്കര ബഹളമായിരുന്നു. 2 പാൻറ് കൊടുത്തിട്ട് ഒരു ഷോർട്സ് ഒരു പാൻറ്റും വേണ്ടാന്ന് വെച്ചു. അതിൽ പോക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ഇന്ന് നമ്മൾ വരുന്ന വഴിക്ക് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പാൻറ്റും അതുപോലെ ഒരു ടീഷർട്ടും വാങ്ങിച്ചു. അവിടെ പോയിരിക്കുകയാണ്. പുറത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛന് ചായ അത് നിർബന്ധം. ഷുഗർ ഇല്ല, ഷുഗർലെസ്. കഴിക്കാൻ എനിക്ക് പഴംപൊരി, സ്വദേശി വട, എനിക്ക് പഴംപൊരി, ബോണ്ട എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഓണക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കരിവെള്ളൂരിന് മുന്നേ ഓണക്കുന്ന്. ഭയങ്കര വെയിലാണ്. കൺമണി ഉറക്കായി. പഴംപൊരി, മസാല ബോണ്ട. അമ്മേന്റെ സുഖിയൻ സുഖമുണ്ടോ? ചെറുപയറല്ല. നമ്മൾ കണി വെക്കാനുള്ള ചക്കയൊക്കെ ഇവിടുന്ന് പറിച്ചു കേട്ടോ. ചക്ക മാങ്ങ വീട്ടിലുണ്ടായിരുന്നു. ചക്ക പറിച്ചു. പിന്നെ കണിക്കൊന്ന് ഇവിടെ അമ്മായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ വീട്ടിൽ കണിക്കൊന്നും ഇല്ല. വേറെ ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? പിന്നെ മഞ്ഞൾ, അങ്ങനത്തെ കുറച്ച് സംഭവം. പിന്നെ അടക്ക, ഇതൊക്കെ അമ്മ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നാളെ ഇവർ വിഷുവിന് മിക്കവാറും അങ്ങോട്ട് വരും. അമ്മയുടെ അച്ഛനും അച്ഛനും അമ്മായിയും എല്ലാവരും അങ്ങോട്ട് വരും. കണ്ണോട് വന്നിട്ട് കളിയാ. കണ്ണും ലച്ചു. അച്ഛൻ അങ്ങ് അവിടെ ഉണ്ട് കേട്ടോ. അത് അമ്മയുടെ കസിനാണ്, അവരുടെ വീട്ടിൽ. മേശന്റെ മുകളിൽ നോക്കും താഴെയാ? അത് താഴെ വെച്ചോറാ? പ്രശ്നമില്ല. ഇല്ല, അങ്ങനെ വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ താഴെ വെച്ചോന്ന്. ചക്കയും അങ്ങനത്തെ സാധനം. ആ ചട്ടീന്ന് അരി എടുത്തിട്ട് ആ മറ്റേയിൽ വെക്കുമാ? ആ നാഴിയില്. ചട്ടിയല്ല, കലത്തിൽ എന്താ വെക്ക? മഞ്ഞൾ കൊമ്പ് വെച്ചിട്ടില്ല? മഞ്ഞളാ? അതാ ഇതിലിട്, ആ നാഴിയില്. അമ്മ കണി റെഡിയാക്കുകയാണ്. നമ്മൾ കുറച്ച് മിനിമൽ സംഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു മിനിമൽ കണിയാണ് കേട്ടോ നമ്മുടെ. കാരണം കുറേ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കണി റെഡിയാക്കാന്നുള്ള തീരുമാനത്തിലായി ലാസ്റ്റ്. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആ ഉരുളിയിൽ അങ്ങ് ഫിറ്റാക്കാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അതുപോലെ ആക്കമ്മ. ആ പൂ എടുത്തതിൻ്റെ മുകളിൽ വെക്ക്. താഴെ വെച്ചോ? അതാ കവറിൽ വെച്ചോണ്ടോ? കണിക്കൊന്ന വെച്ചു. ഞാൻ അമ്മയ്ക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കായിരുന്നു കേട്ടോ. ഞാൻ അമ്മ ചെയ്യുന്ന വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അമ്മ പറഞ്ഞു നീ തന്നെ വന്നിട്ട് വെക്കാം. അങ്ങനെ ഞാൻ കയറേണ്ടി വന്നു.
നമുക്ക് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മളെ കാണിക്കില്ല കേട്ടോ. അതായത് നമ്മൾ കണി വെക്കുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയും മറ്റാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയും അമ്മ, അതായത് എൻ്റെ അമ്മ വെക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ അങ്ങനെ നോക്കാറൊന്നുണ്ടായിരുന്നില്ല. വാതിലൊക്കെ അടിച്ചിട്ടൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മുതൽ ഞാൻ വിചാരിച്ചു ഞാനും കൂടാന്ന്. അങ്ങനെ നമ്മൾ ചെറിയ കണിയാണ് കേട്ടോ, വലിയ കണിയും കാര്യങ്ങളൊന്നും. ഇവിടെ ആരും ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മ ഒന്നും വെക്കാറില്ല. അമ്മ വിളക്ക് കത്തിച്ചിട്ട് കുറച്ചെന്തെങ്കിലും കോയിൻസോ നോട്ട്സോ വെക്കും. പിന്നെ കണിക്കൊന്ന് മാത്രമേ വെക്കാറുള്ളൂ. അവരച്ഛനും അമ്മയും മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രമേ കാണാറുള്ളൂ. ഇപ്പം ഞാനും കണ്ണുണ്ടല്ലോ, അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഇത്രയൊക്കെ സാധനങ്ങൾ തന്നെ നമ്മൾ റെഡിയാക്കിയത്. ഇനിയിപ്പം അടുത്തൊരു വിഷു ദൈവം സഹായിച്ച് അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓരോ വർഷവും ഓരോ ആഗ്രഹങ്ങളല്ലേ, ഓരോ പ്രതീക്ഷകളല്ലേ. അടുത്ത വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പക്ഷെ എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് ഇവിടെയൊക്കെ പ്രശ്നമാണ്, എല്ലാം ബ്ലോക്കാണ്. നമ്മൾ കണിയൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് നിന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നാളെ രാവിലെ എണ്ണീറ്റിട്ട് കണിയൊക്കെ കാണാമല്ലോ, കണി കാണാം, പിന്നെ ഫുഡ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ. അപ്പം ഞാനിത് ഈ വീഡിയോ കാണുമ്പോഴേക്ക് വിഷു ആയിട്ടുണ്ടാവും. അപ്പം ഇത് കാണുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാനിത് വിഷു വ്ളോഗല്ല, ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ്. പക്ഷെ ഞാൻ ഇൻ അഡ്വാൻസ് വിഷു പറയാണ്. നിങ്ങളിത് കാണുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ വിഷുവൊക്കെ കഴിഞ്ഞ് നിങ്ങളൊക്കെ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഹാപ്പി വിഷു പറഞ്ഞു കേട്ടോ. നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും കൺമണി അവിടെ നിന്ന് വേണ്ടാത്ത ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചതുപോലെ വന്നു കേട്ടോ. അങ്ങനെ പഴം മാത്രമേ ഉള്ളൂ, മാങ്ങ, വെള്ളരിക്ക, കണിക്കൊന്ന, പിന്നെ ഇന്ന് കൊണ്ടുവന്ന ചക്ക. അമ്മായി ചുട്ട ഉണ്ണിയപ്പാണ് കേട്ടോ. നമ്മളിവിടെ കാരയപ്പം എന്ന് പറയും. ഇത് അമ്മായിയാണ് റെഡിയാക്കിയത്. ഞാൻ സാധാരണ അമ്മയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ചു പ്രാവശ്യം വേണ്ട. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഭയങ്കര ഓയിൽ ഫ്രൈഡ് അല്ലേ, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം വിചാരിച്ചു ഉണ്ണിയപ്പം നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അമ്മായി പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് മതി, അത് കൊണ്ടുപോയാൽ മതി പറഞ്ഞു. അങ്ങനെ അത്. പിന്നെ ഇത് ഉണക്കലരിയാണ്. ഇവിടെ വെറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അടക്ക കിട്ടിയില്ലേ അമ്മയ്ക്ക്. അമ്മ അതുകൊണ്ടൊരു ഉണങ്ങി അടക്ക എടുത്തിട്ട് വന്നു. പിന്നെ മഞ്ഞളുടെ കൊമ്പ്, കൺമഷി. ഇത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ. തേങ്ങ അതുപോലെ പച്ചത്തേങ്ങ ഉണ്ടായിരുന്നില്ല അമ്മ എടുത്ത്, അതുകൊണ്ട് അമ്മ 2 തേങ്ങ ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കൃഷ്ണനുണ്ട് അവിടെ, കുഞ്ഞു വിളക്കുണ്ട് ഇവിടെ, വലിയ വിളക്കും വേറെ കൃഷ്ണനും, പിന്നെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ മുകളിലുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഇതൊരു വലിയ പൂജാമുറിയാണ് ഈ വീട്ടിൽ. പക്ഷെ ഈ ഒരു ടേബിള്, ഇത് എൻ്റെ അച്ഛൻ്റെ ടേബിളാണ് കേട്ടോ, അച്ഛൻ്റെ. അപ്പോൾ നമ്മൾ ഈ ടേബിള് നമുക്കൊരു മെമ്മറിയാണ്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഈ വീട്ടിൽ ഇത് വെക്കാൻ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇൻവേർട്ടറും കൂടി ഉണ്ടായതുകൊണ്ട് അതിന് മൊത്തത്തിൽ ക്ലോസ് ആവുമായിരുന്നു. ആ ഒരു നമുക്ക് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവരിങ്ങനെ ഇട്ടതാണ്. നമ്മുടെ പഴയ വീട്ടിൽ പൂജാമുറി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പൂജാമുറി സെറ്റപ്പം വാങ്ങിച്ചു കേട്ടോ. ഇപ്പം അതിന് യൂസില്ല, നമുക്ക് യൂസ് ഇല്ലാണ്ട് അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പൂജാമുറി വിശേഷങ്ങൾ. അച്ഛനെ കണ്ടപ്പോൾ സോഫയിലാണ് കേട്ടോ കിടക്കാൻ. സോഫയിൽ കിടക്കാൻ സ്ഥലം പോലും ഇല്ല, മൊത്തമുള്ള ടോയ്സാണ്. കുറച്ചും കൂടെ കിടക്കും, എന്നിട്ട് ഉറങ്ങുമ്പോൾ തിരിച്ചെൻ്റെ അടുത്തേക്ക് അച്ഛൻ കൊണ്ടുവിടും. അങ്ങനെയൊക്കെയാണിപ്പോൾ. രാത്രിത്തെ ഭക്ഷണം എനിക്ക് പുട്ട്, പഴം, ഇത് കണ്ണൂനുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതിൽ 3 എണ്ണം ബാക്കിയുണ്ട്. അമ്മക്ക് ഉപ്പുമാവ്, അത് കട്ടൻ ചായ, അത് അമ്മയ്ക്ക്. ഇത് എഗ് റോസ്റ്റിൻ്റെ കുറച്ച്, അത്രേ ഉള്ളൂ. അമ്മ നാളെ കത്തിക്കണ്ട കുന്തിരിക്ക നോക്കാം. കുന്തിരിക്കല്ല, എന്നതിൻ്റെ പറയേണ്ടത് ധൂപ്പ്. കണ്ടു, ഗുഡ് നൈറ്റ്. വരുന്നില്ല, റൂമിലേക്ക് വരുന്നില്ല. അച്ഛൻ്റെ കൂടെ കിടക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. കൺമണി അങ്ങനെയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുമ്പോൾ എന്നിട്ട് അമ്മയും അച്ഛനും ആരെങ്കിലും അവളിവിടെ കൊണ്ട് കിടത്തും എൻ്റെ കൂടെ.
ഞാൻ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ 10 പ്രാവശ്യം കുളിച്ചാലും ഇവിടെ ചൂടിനൊരു കുറവില്ല. കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കുളിച്ച് ഫ്രഷ് ആയിട്ട് നാളെ കണി കാണാമല്ലോ. പിന്നെ രാവിലെ എണീറ്റ് എന്തെങ്കിലും കുളി നടക്കില്ല. അപ്പോൾ നമ്മൾ കണിയൊക്കെ വെച്ചു. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എനിക്കിന്ന് ഞാൻ രാവിലെ മീറ്റ് ചെയ്ത് ഊതൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു അച്ഛന് പരിചയമുള്ളൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചെറിയൊരു നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളല്ലേ, എന്തൊക്കെ സംരംഭങ്ങളാണെന്നുള്ള കാര്യം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആണത്. പിന്നെ പെർഫ്യൂംസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അശ്വിനാണ് കേട്ടോ. അശ്വിൻ നമ്മൾ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോയി, പ്രത്യേകിച്ച് കേരളത്തിൽ തലശ്ശേരിയിലൊക്കെ അശ്വിന് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് പോയപ്പോഴും 3-4 നല്ല നല്ല ഇതുപോലത്തെ ഊതും സംഭവങ്ങളൊക്കെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനപ്പം അച്ഛനെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സംഭവം ഉണ്ടോ, ആ ഊത് കൃഷി, ഊത് ഉണ്ടാക്കുന്നു, അതിൻ്റെ ഫാക്ടറി സംഭവങ്ങളൊക്കെ ഉള്ളൊരാൾ, അതെനിക്ക് ഭയങ്കരമായിട്ട് അവരെന്തായാലും മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് കേട്ടോ നമ്മൾ ആദ്യം പോയി ചെയ്ത ഇന്നത്തെ ദിവസം. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും അവർ വന്ന് മീറ്റ് ചെയ്യാനോ ഡയറക്റ്റ് വന്നിട്ട് പെർഫ്യൂംസ് ഒക്കെ വാങ്ങിക്കാനോ ആർക്കെങ്കിലുമൊക്കെ നല്ല ഊതൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ആ നമ്പർ ഞാൻ ഇവിടെ എന്തായാലും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ, അടുത്ത വീഡിയോ വിഷുവിൻ്റെ വീഡിയോ ആണ്. വിഷു ഡേ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത്, നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ അടുത്ത വീഡിയോയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.